ഞാന് അധികം ചെയ്തിട്ടില്ലാത്തൊരു വർക്കാണ് കേട്ടോ ഈ മിനി കേക്ക്. ഞാൻ കുറച്ചെങ്ങാണ്ടേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളൊരു ഓർഡറാണ്. റെഡ് വെൽവെറ്റ് ഫ്ലേവറിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്കെല്ലാം സെറ്റാക്കി സാധാ കൊടുക്കുന്ന ഫില്ലിങ്സ് എല്ലാം കൊടുത്ത് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് സെറ്റായതിന് ശേഷമാണ് ഫൈനൽ കോട്ട് കൊടുക്കുന്നത്. നമ്മൾ ടേൺ ടേബിളിൽ ഈ കേക്ക് വെച്ചാൽ തന്നെ അത് നീങ്ങി നീങ്ങി പോവും. കറക്റ്റ് നമ്മൾ വെക്കുന്ന സ്ഥലത്ത് അത് ഇരിക്കൂല. കാരണം വെയിറ്റ് കുറവായതുകൊണ്ട് അത് നല്ല ബുദ്ധിമുട്ടാണ് ഈ മിനി കേക്ക് ചെയ്യാനായിട്ട്. കേക്കിൻ്റെ തന്നെ ബാലൻസ് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊടിച്ച് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു ഡിസൈൻ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് അരിച്ച് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. പക്ഷേ ഞാൻ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അത് കറക്റ്റ് വീണതേ ഇല്ല. ഇങ്ങനെ എത്രയൊക്കെ അത് നോക്കിയിട്ടും കൈ കൊണ്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുത്ത് നോക്കിയിട്ടൊന്നും അത് വീണതേ ഇല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലോണം ചൂടാകാത്തത് കൊണ്ടാണ്. ഞാൻ കുറച്ചൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചത് കൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ രണ്ടാമത് അതെടുത്ത് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചപ്പോഴത്തേക്കും നല്ലപോലെ അതിനകത്ത് കറക്റ്റ് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സൈഡ് വശത്ത് വീഴ്ത്താൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. അത് ഈ മിനി കേക്കല്ല, നോർമൽ സാധാ 1 kg ആ വെയിറ്റ് വരുന്ന കേക്കായാലും നല്ല ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് ഞാൻ ആരുടെയെങ്കിലും സഹായം തേടും. കാരണം അതൊന്ന് ചരിച്ച് പിടിച്ചാലേ നമുക്കതൊന്ന് സൈഡിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് പിന്നെ വെയിറ്റ് കുറവായതുകൊണ്ട് ഞാൻ തന്നെ സൈഡൊന്ന് ചരിച്ച് കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലും കൂടി ആക്കിയിട്ട് ബോർഡെല്ലാം ഒന്ന് ക്ലീനാക്കി അതിൻ്റെ സൈഡ് വശത്ത് കുറച്ചൊന്ന് ചെറിയൊരു ബോർഡർ പോലെ ക്രംസ് തന്നെ അതും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ തലേദിവസം രാത്രി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ബാക്കി എടുത്തിട്ട് പേരെഴുതി കൊടുത്ത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസും അതിൻ്റെ മുകളിലിട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി ഡെലിവറി ചെയ്തു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പിന്നെ അത് കഴിഞ്ഞൊരു നട്ടി ബബിളിൻ്റെ ഓർഡറായിരുന്നു. അപ്പോൾ അത് കേക്ക് നല്ലോണം വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആദ്യം ക്രീമും കൊടുത്ത് പിന്നെ വൈറ്റും ഡാർക്കും ചോക്ലേറ്റും കൊടുത്തിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ്, ബൂസ്റ്റ്, നട്ട്സ് ഇത്രയാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു കേക്ക് ഈ നട്ടി ബൗളാണ് കേട്ടോ. കാരണം അത് നട്ട്സൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും. ആരെങ്കിലും ഇതേപോലെ ഫ്ലേവർ പറയാതെ ഏതെങ്കിലും നല്ലൊരു കേക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്യട്ടെ എന്ന് ഫസ്റ്റ് ചോദിക്കും. കാരണം എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ഈ കസ്റ്റമറും നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ള കേക്ക് ഇതാണ്. അപ്പോൾ ഇത് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഓക്കെ പറഞ്ഞു. അങ്ങനെ ചെയ്ത കേക്കാണിത്. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നിട്ട് പ്രീവിയസ് വീഡിയോസ് എല്ലാം ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഈ കേക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരേ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ നട്ട്സ് ഇതിൻ്റെ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. അതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് ക്ലിയർ ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ കാണാനൊരു ഭംഗി കാണൂല. നമ്മൾ വാരി എറിഞ്ഞാൽ അത്ര ഒരു കറക്റ്റ് ഷേപ്പിന് കിട്ടൂല. ബദാമെല്ലാം നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് കറക്റ്റ് ആ നീളത്തിന് തന്നെ ഇരുന്നാൽ അത് കാണാനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനതെല്ലാം കുത്തി ഇരുന്ന് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചെല്ലാം കറക്റ്റ് ഷേപ്പ് നോക്കി ഡാർക്ക് ചോക്ലേറ്റ് വരുന്നിടത്ത് അടുത്ത് വൈറ്റ് ആയിരിക്കണം. അല്ലാതെ ബ്ലാക്ക് വരുന്നിടത്ത് വീണ്ടും ബ്ലാക്ക് വന്നു കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയാണല്ലോ. അപ്പോൾ അത് എല്ലാം നോക്കി നോക്കി ഓരോന്ന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അത് കുറച്ച് നേരം നമ്മൾ ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
പിന്നെ ഈ നട്ടി ബബിൾ കേക്കിന് കോമൺ ആയിട്ടൊരു ഡിസൈനുണ്ട്, അത് തന്നെയാണ് എല്ലാത്തിലും ചെയ്യാറുള്ളത്. പിന്നെ ചില കസ്റ്റമർ ഫ്ലേവർ അത് മതി, ഡിസൈൻ വേറെ ചെയ്യണമെന്ന് പറഞ്ഞാലേ നമ്മൾ മാറ്റി ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന ഈ മോഡൽ തന്നെയാണ് ചെയ്യാറുള്ളത്. വൈറ്റ് ചോക്ലേറ്റ് നല്ലോണം അതിൻ്റെ മുകളിൽ പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ബൂസ്റ്റും കൂടി ഒന്ന് അരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നൈം എഴുതാനുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ എന്തെങ്കിലും വെച്ചൊന്ന് ഇതേപോലെ ഞാനൊരു ബൗൾ വെച്ച് കൊടുത്തിട്ട് ബാക്കി ഭാഗത്തെല്ലാം ചോക്ലേറ്റ് ഇട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം അതെടുത്ത് മാറ്റിയിട്ട് അവിടെ പേരെഴുതി കൊടുത്ത്, ചിലപ്പോൾ ഞാൻ അതിൻ്റെ സൈഡും കൂടി ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കും. ഇത് ഞാൻ ബോർഡർ ചെയ്യാതെ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ല, വൃത്തികേടില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പിന്നെ ബോർഡർ ഒന്നും കൊടുത്തില്ല, അത് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബൗളെല്ലാം എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും കുഴപ്പമില്ല എന്ന് തോന്നിയതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെ കൊടുത്ത്. പിന്നെ ബോർഡെല്ലാം പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് കൊടുത്ത്, കാരണം ബൂസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കട്ടി പിടിച്ച് പോകും അവിടെ ഇരുന്നിട്ട്. അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത കേക്ക് ആയതുകൊണ്ട് ബോർഡിൽ ചെറിയൊരു നനവും കൂടെ കാണുമല്ലോ, അപ്പോൾ അതിൽ ബൂസ്റ്റ് വീഴുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ തുടച്ച് മാറ്റി കൊടുത്തിട്ട് പിന്നെ പേരും കൂടെ എഴുതിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സമയമായപ്പോഴത്തേക്കും കസ്റ്റമർ വന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ 2 കേക്ക് വർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അതൊന്ന് കമൻറ്റായിട്ടും കൂടി അറിയിക്കണേ.